decomposable group. A group G is said to be decomposable if it is isomorphic to a direct product of two proper non-trivial subgroup. നോക്കൂ, അതിനെ H ക്രോസ് K എന്ന് എഴുതാൻ പറ്റിയാൽ ആ H ഉം K യും എന്താവണം? H ഉം K യും സബ്സെറ്റ് ഓഫ് G ആവുമാണ്. സബ്സെറ്റ് അല്ല, സബ് ഗ്രൂപ്പ് ഓഫ് G ആവുമാണ്. എങ്ങനത്തെ സബ് ഗ്രൂപ്പ്? ട്രിവിയൽ ആവാൻ പാടില്ല, പക്ഷെ പ്രോപ്പർ ആവുമാണ്. പ്രോപ്പർ ആയിട്ടുള്ള ട്രിവിയൽ അല്ലാത്ത, എന്താ ട്രിവിയൽ അല്ലാത്ത എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഗ്രൂപ്പ് ആവാൻ പാടില്ല. ഓക്കെ, ട്രിവിയൽ അല്ലാത്ത പ്രോപ്പർ ആയിട്ടുള്ള രണ്ട് സബ് ഗ്രൂപ്പിന്റെ ഡയറക്റ്റ് പ്രോഡക്റ്റ് ആയിട്ട് ജീനെ എഴുതാൻ പറ്റിയാൽ ജിക്ക് വിളിക്കുന്ന പേരാണ് ഡീകമ്പോസിബിൾ ഗ്രൂപ്പ്. ഇനി അങ്ങനെ ജീനെ ഒരു തരത്തിലും എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ അപ്പൊ വിളിക്കുന്ന പേരാണ് അപ്പോ ജി എന്താവൂല? ഡീകമ്പോസിബിൾ ഗ്രൂപ്പ് ആവൂല. ഇൻഡീകമ്പോസിബിൾ എന്നാണ് ആ സമയത്ത് വിളിക്കുക. ഡീകമ്പോസിബിൾ ഗ്രൂപ്പ്. അപ്പൊ ഡീകമ്പോസിബിൾ ആവണമെങ്കിൽ ആ ജി എന്നുള്ള ഗ്രൂപ്പ് ഡീകമ്പോസിബിൾ ഗ്രൂപ്പ് ആണെന്ന് പറയണമെങ്കിൽ ജീന്റെ രണ്ട് സബ് ഗ്രൂപ്പ് എടുക്കുക. എച്ചും കെയും രണ്ട് പ്രോപ്പർ ആയിട്ടുള്ള ട്രിവിയൽ അല്ലാത്ത രണ്ട് സബ് ഗ്രൂപ്പ് എടുക്കുക. ആ സബ് ഗ്രൂപ്പിന്റെ ഡയറക്റ്റ് പ്രൊഡക്റ്റ് ആയിട്ട് ജീനെ എഴുതാൻ പറ്റിയാൽ ഡീകമ്പോസിബിൾ, എഴുതാൻ പറ്റിയില്ലെങ്കിൽ ഇൻഡീകമ്പോസിബിൾ. ഒരു എക്സാമ്പിൾ കൂടെ ആ കാര്യം വിശദീകരിച്ചു തരാം. നോക്കൂ, Z6 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 0, 1, 2, 3, 4, 5, 6 ആണെന്ന്. ഓക്കെ, 6 വേണ്ട, 5 വരെ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ രണ്ട് സബ് ഗ്രൂപ്പ് എടുക്കാൻ പോവുകയാണ്. ഒരു സബ് ഗ്രൂപ്പ് ഞാൻ H ആയിട്ട് ഇങ്ങനെ എടുത്തു. H is equal to 0, 3, 0, 2, 4. ഓക്കെ, അണ്ടർ അഡിഷൻ മോഡ്. Z6 എന്ന് പറയുമ്പോൾ അഡിഷൻ മോഡിലോ 6 ആയിരിക്കും അവിടുത്തെ ഓപ്പറേഷൻ ഉണ്ടാവുക. Z6ന്റെ ഒരു H എടുത്തു. ഇവിടുത്തെ ഓപ്പറേഷൻ എന്താവണം? അഡിഷൻ മോഡിലോ 6 ആവണം. അതേപോലെ വേറെ ഒന്നെടുത്തു, K ഈക്വൽ ടു 0, 3. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേര് അഡിഷൻ മോഡിലോ K നെ വിളിക്കുന്ന പേരല്ല. K എന്ന് പറഞ്ഞാൽ 0, 3. അത് ഗ്രൂപ്പ് ആയിരിക്കും അണ്ടർ അഡിഷൻ മോഡിലോ 6. ആ കാര്യത്തിൽ ആർക്കും സംശയമല്ല. ഓക്കെ, ഒരു ഗ്രൂപ്പ് അഡിഷൻ മോഡിലോ 6 വരുന്നത്, ഒന്ന് അഡിഷൻ മോഡിലോ 6 വരുന്ന രണ്ടാമത്തെ ഗ്രൂപ്പ്. അങ്ങനെ എച്ചും കെയും രണ്ട് സബ് ഗ്രൂപ്പ് എടുത്തു. ഈ രണ്ട് സബ് ഗ്രൂപ്പും Z6ന്റെ ഈ രണ്ട് ഗ്രൂപ്പും Z6ന്റെ സബ് ഗ്രൂപ്പ് അല്ലേ? H പറഞ്ഞ 0, 2, 4, K എന്ന് പറഞ്ഞ 0, 3. രണ്ടും ഇതിന്റെ സബ്സെറ്റ് ആണ്, സബ് ഗ്രൂപ്പ് ആണ്. മാത്രമല്ല പ്രോപ്പർ ആണ്. പ്രോപ്പർ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് മുഴുവനായിട്ടും ഇവിടെ അല്ല, കുറച്ച് കുറവുണ്ട്. മാത്രമല്ല ട്രിവിയൽ അല്ലേനും. അങ്ങനെയാണെങ്കിൽ H ഒരു ഗ്രൂപ്പ് തന്നെയാണോ എന്ന് ഉറപ്പിച്ച് നോക്കൂ. H ഗ്രൂപ്പ് തന്നെയാണോ? ഗ്രൂപ്പാണ്, നോക്കാം. 0യും 2 ആദ്യം ക്ലോസ്ഡ് ആണോ നോക്കൂ. 0യും 2യും കൂട്ടിയാൽ 2 ഇതിലുണ്ട്. 2ഉം 4ഉം കൂട്ടിയാൽ 6 എന്ന് പറഞ്ഞ അഡിഷൻ മോഡിൽ 6ൽ 0 ആണ്. 0 അതിലുണ്ട്. therefore ക്ലോസ്ഡ് ആണ്. ഒബ്വിയസ്ലി അസോസിയേറ്റീവ് ആണ്. ആൻഡ് ഐഡന്റിറ്റി ഉണ്ട്. 0 ഐഡന്റിറ്റി ആണ്. 2ന്റെ ഇൻവേഴ്സ് 4, 4ന്റെ ഇൻവേഴ്സ് 2. therefore H എന്ന് പറഞ്ഞാൽ അണ്ടർ അഡിഷൻ മോഡ് 6 ഒരു ഗ്രൂപ്പ് ആണ്. therefore സബ് ഗ്രൂപ്പ് ആണ്. അതുപോലെ കെയും ഒരു സബ് ഗ്രൂപ്പ് ആണ് ആരുടെ? Z6ന്റെ. അങ്ങനെയാണെങ്കിൽ ഇനി H ക്രോസ് K എന്തായിരിക്കും വരിക നോക്കാം. H ക്രോസ് K എന്ന് പറയുമ്പോൾ 0, 0, 0, 3 and 2, 0, 2, 3, 4, 0, 4, 3. ഇതിൽ മൊത്തം 1, 2, 3, 4, 5, 6 എലമെന്റ്സ് ഉണ്ട്. ഓക്കെ, 6 എലമെന്റ്സ് ഉണ്ട് എന്ന് മാത്രമല്ല, ഞാൻ ഓരോന്നിന്റെയും ഓർഡർ നോക്കാൻ പോവുകയാണ്. 0, 0ന്റെ ഓർഡർ 1 തന്നെ, അത് നോക്കേണ്ട ആവശ്യമില്ല. 0, 0ന്റെ ഓർഡർ അത് 1 തന്നെ ആയിരിക്കും വരിക. ഇനി 0, 3ന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ നോക്കൂ. 0, 3 റൈസ് ടു 2 എന്താ? ഈക്വൽ ടു 0, 3 പ്ലസ് 0, 3 അല്ലേ? ഈക്വൽ ടു 0, 6 അല്ലേ? 0, 6 എന്ന് പറയുമ്പോൾ അഡിഷൻ മോഡിലോ 6ൽ അത് 0 അല്ലേ? അവ 0, 0 എന്നാവൂലേ? therefore ഐഡന്റിറ്റി ആവൂലേ? therefore 2ന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ ഇത് 2ന്റെ അല്ല 0, 3ന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ 2 ആണ്. അതേപോലെ 2, 0ന്റെ ഓർഡർ നോക്കിയാൽ മതി. ആൻസർ 3 എന്നാണ് കിട്ടുക. ഇതിന്റെ ഓർഡർ 1, 2, 3. അതേപോലെ 2, 3ന്റെ ഓർഡർ കിട്ടുക നമുക്ക് 2, 3 എന്നുള്ള എലമെന്റിന്റെ ഓർഡർ നോക്കൂ. 2, 3 raised to 1 equal to 2, 3. 2, 3 raised to 2 എന്ന് പറയുമ്പോൾ 2, 3 plus 2, 3. 2,3 plus 2,3 plus 2,3 equal to 4,6. 4,6 എന്ന് പറയുമ്പോൾ equal to
4,6 അവ 4,6 എന്ന് പറയുമ്പോൾ ആൻസർ 4,0 കാരണം 6 എന്ന് പറയുമ്പോൾ അഡീഷൻ മോഡുലോ 6 0 ആണ്. അവ 2,3 ഹോൾ ക്യൂബ് എന്ന് പറയുമ്പോൾ 40 കൂടെ വീണ്ടും 3 കൂട്ടുമ്പോൾ 6,3 എന്ന് കിട്ടും. 6,3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 6 എന്ന് പറഞ്ഞാൽ 0. അപ്പോൾ 6,3 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈക്വൽ ടു 0,3 ആണ്. അപ്പോൾ 2,3. ഇനി 2,3 ഹോൾ റൈസ് ടു 4 എന്ന് പറയുമ്പോൾ 0,3 കൂടെ വീണ്ടും 2,3 കൂട്ടുമ്പോൾ 2,6 എന്ന് കിട്ടും. 2,6 എന്ന് പറയുമ്പോൾ 2,0. ഇനി 2,3 ഹോൾ റൈസ് ടു 5 എന്ന് പറയുമ്പോൾ അത് 2,0 കൂടെ വീണ്ടും 2,3 കൂട്ടുമ്പോൾ 4,3 എന്ന് കിട്ടും. ഇനി 2,3 ഹോൾ റൈസ് ടു 6 എന്ന് പറയുമ്പോൾ 4,3 കൂടെ വീണ്ടും 2,3 കൂട്ടുമ്പോൾ 6,6 കിട്ടും ഈക്വൽ ടു 0 0. Therefore ഇതിന്റെ ഓർഡർ എന്ന് പറയുമ്പോൾ ഈ 2,3 എന്നുള്ള എലമെന്റ് ഓർഡർ 6 ആണ്. അതേപോലെ 4,0ന്റെ ഓർഡർ നോക്കിയാൽ നമുക്ക് കിട്ടുക എന്താണ് ചോദിച്ചാൽ ഇതിന്റെ ഓർഡർ 3 ആണ്. അതേപോലെ 4,3 എന്നുള്ള എലമെന്റിന്റെ ഓർഡർ നമുക്ക് കിട്ടുക ഈക്വൽ ടു 4,3 എന്നുള്ള എലമെന്റിന്റെ ഓർഡർ നമുക്ക് കിട്ടുക ഈക്വൽ ടു 6 കിട്ടും. നോക്കൂ ഈ എലമെന്റ് ഓർഡർ 1 2 3 6 3 6. അങ്ങനെയാണെങ്കിൽ എന്താണ് Z6? Z6 എന്ന് പറഞ്ഞാൽ 0 1 1 2 3 4 5 അല്ലേ? അണ്ടർ അഡീഷൻ മോഡുലോ 6 അല്ലേ? അങ്ങനെയാണെങ്കിൽ 0ന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ 1, 1ന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ അത് 6, 2ന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ അത് 3, 3ന്റെ ഓർഡർ 2, 4ന്റെ ഓർഡർ 3, 5ന്റെ ഓർഡർ 6. നോക്കൂ അങ്ങനെയാണെങ്കിൽ ഈ 0നെ നമുക്ക് എവിടേക്ക് മാപ്പ് ചെയ്യാം? ഇനി മാപ്പിംഗ് കൊടുക്കുകയാണെങ്കിൽ ആ 0നെ നമുക്ക് എവിടേക്ക് മാപ്പ് ചെയ്യാം? 1നെ നമുക്ക് ഇതൊക്കെ മാപ്പ് ചെയ്യാം. 1നെ നമുക്ക് ഈ എലമെന്റിലേക്ക് മാപ്പ് ചെയ്യാം. 2നെ നമുക്ക് ഈ എലമെന്റിലേക്ക് മാപ്പ് ചെയ്യാം. 3നെ ഓർഡർ ഈ എലമെന്റിലേക്ക് മാപ്പ് ചെയ്യാം. കാരണം 2ന്റെ ഓർഡർ 2 ആണ്. 4നെ നമുക്ക് ഇതിന്റെ ഓർഡർ 3, ഇതിന്റെ ഓർഡറും 3. 4നെ നമുക്ക് ഈ എലമെന്റിലേക്ക് മാപ്പ് ചെയ്യാം. 6നെ നമുക്ക് 5നെ ഓർഡർ 6 ആണല്ലോ ഈ എലമെന്റിലേക്ക് മാപ്പ് ചെയ്യാം. അങ്ങനെ മാപ്പിംഗ് കൊടുത്താൽ ഇതൊരു ഐസോമോർഫിസ് ആവൂലേ? ഇതൊരു ഐസോമോർഫിസ് ആവൂലേ? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത് അറിയോ? Z6 എടുത്താൽ Z6ന്റെ രണ്ട് പ്രോപ്പർ ഗ്രൂപ്പുകളാണ് എച്ചും കെയും. Z6ന്റെ രണ്ട് പ്രോപ്പർ സബ് ഗ്രൂപ്പാണ് എച്ചും കെയും. H ക്രോസ് K എന്ന് പറഞ്ഞാൽ കിട്ടുന്ന സംഭവം ഇതാണ്. H ക്രോസ് K ആയിട്ട് ആർക്ക് ഐസോമോർഫിസ് ഉണ്ട്? Z6ന് ഐസോമോർഫിസ് ഉണ്ട്. Therefore Z6 ഒരു ഡീകമ്പോസിബിൾ ഗ്രൂപ്പാണ്. അഥവാ ഒന്നും കൂടി ചുരുക്കി പറയുകയാണെങ്കിൽ Z6 എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ അറിയോ? Z6 നമുക്ക് Z2 ക്രോസ് Z3 എന്ന് എഴുതിക്കൂടെ? Z6നെ Z2 ക്രോസ് Z3 എഴുതിക്കൂടെ? എന്തേ കാരണം? GCD ഓഫ് 2,3 ഈക്വൽ ടു 1 അല്ലേ? നമ്മൾ ഫസ്റ്റ് ക്ലാസ് പഠിച്ചിട്ടുണ്ട്. GCD ഓഫ് 2,3 ഈക്വൽ ടു 1 ആണ്. Therefore Z6നെ നമുക്ക് Z2 ക്രോസ് Z3 എഴുതാൻ പറ്റും. അങ്ങനെ എഴുതാൻ പറ്റിയാൽ Z6 എന്തല്ല? ഒരു ഇൻഡീകമ്പോസിബിൾ ഗ്രൂപ്പ് അല്ല, അത് ഡീകമ്പോസ് ചെയ്യാൻ പറ്റിയ ഗ്രൂപ്പാണ്. Therefore this is a decomposable group. നോക്കൂ ഈ H എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ അറിയോ? ഈ H എന്ന് പറഞ്ഞാൽ Z3 തന്നെയാണ്. ഈ ഇതെന്ന് പറഞ്ഞാൽ Z2 ആണ്. ഇത് Z2 ആണ്, Z3 ആണ്, ഐസോമോർഫിക് ആണ് കേട്ടോ. Z3 ഈ ഗ്രൂപ്പും ഐസോമോർഫിക് ആണ്, Z2 ഈ ഗ്രൂപ്പും ഐസോമോർഫിക് ആണ്. ഓക്കെ, അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു വെച്ചത്. Z6 എന്നുള്ള ഗ്രൂപ്പ് കിട്ടിയാൽ ആ Z6ന് രണ്ട് ഗ്രൂപ്പ് Hഉം Kയും കിട്ടി. H cross K is isomorphic to Z6 ആയതുകൊണ്ട് Z6 is a decomposable group. അപ്പൊ അങ്ങനെ Hഉം K കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഇങ്ങനെ നോക്കിയാൽ മതി. Z6നെ നമുക്ക് Z2 cross Z3 എന്ന് എഴുതിക്കൂടെ? അങ്ങനെ എഴുതാൻ പറ്റിയാൽ Z6 ഡീകമ്പോസ് ചെയ്യാൻ പറ്റി, അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റി. Therefore Z6 is a decomposable group. അങ്ങനെയാണെങ്കിൽ Z12 ഡീകമ്പോസിബിൾ ആണോ? ആണ്. അത് നമുക്ക് Z3 cross Z4 എന്ന് എഴുതാം. Z12നെ Z3 cross Z4 എന്ന് എഴുതാം. എന്നാ ചോദിക്കട്ടെ, Z15 ഡീകമ്പോസിബിൾ ആണോ? ആണ്. Z3 cross Z5 എന്ന് എഴുതാം. അങ്ങനെ ചോദിക്കട്ടെ, Z18 ഡീകമ്പോസിബിൾ ആണോ? നോക്കാം. Z18 എന്ന് പറഞ്ഞാല് അതിനെ ഇപ്പൊ നോക്കൂ, ഇത് നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? Z18 3 cross Z6 എന്ന് എഴുതിക്കൂടെ? Z18നെ Z3 cross Z6 എന്ന് എഴുതിക്കൂടെ? എഴുതാൻ പറ്റില്ല. ഇങ്ങനെ എഴുതാൻ പറ്റില്ല. എന്താ കാരണം? അങ്ങനെ എഴുതണമെങ്കിൽ 3ന്റെയും 6ന്റെയും GCD എന്താവണം? 1 ആവണം.
3 6 GCD 1 അല്ലല്ലോ. അപ്പൊ അങ്ങനെ എഴുതാൻ പറ്റില്ല. Z18 എങ്ങനെ എഴുതാം? Z18 എന്ന് പറഞ്ഞാൽ Z എങ്ങനെ നോക്കിയാൽ മതി? 18/3 6/3 2. അപ്പൊ 3 സ്ക്വയർ ഇൻറ്റു 2⁻1 അങ്ങനെയാണ്. അപ്പോ Z18 Z2 ക്രോസ് Z9 എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഇങ്ങനെ എഴുതിയാൽ therefore Z8 is decomposable. അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ, Z4 decomposable ആണോ? Z4 എങ്ങനെ എഴുതാൻ പറ്റുക? Z2 ക്രോസ് Z4 എന്ന് എഴുതാൻ പറ്റുമോ? Z2 ക്രോസ് Z2 എന്ന് എഴുതാൻ പറ്റുമോ? പറ്റൂല. അങ്ങനെ എഴുതണമെങ്കിൽ GCD of 2,2 equal to 1 ആവണ്ടേ. അപ്പൊ Z4 എങ്ങനെ എഴുതാൻ പറ്റില്ല. പിന്നെ ഏത് ഫോർമാറ്റിൽ എഴുതാൻ പറ്റുക? എഴുതാണെങ്കിൽ ഈ ഫോർമാറ്റിൽ എഴുതാൻ പറ്റുള്ളൂ. ആ ഫോർമാറ്റിലാണെങ്കിൽ എഴുതാൻ പറ്റൂല. കാരണം എഴുതണമെങ്കിൽ 2 GCD 1 ആവണം. therefore Z4 അങ്ങനെ സെപ്പറേറ്റ് ആക്കി എഴുതാൻ പറ്റില്ല. therefore Z4 is a indecomposable group. Z4 is a indecomposable group എന്ന് പറയാം. അതുപോലെ Z16 ഡീകമ്പോസിബിൾ ആണോ അല്ലേ? Z16 എങ്ങനെ എഴുതാൻ പറ്റുമോ? Z2 ക്രോസ് Z8 എഴുതാൻ പറ്റുമോ? അതേപോലെ Z4 ക്രോസ് Z4 എന്ന് എഴുതാൻ പറ്റുമോ? അല്ലെങ്കിൽ Z8 ക്രോസ് Z2 എഴുതാൻ പറ്റുമോ? ഒന്നും എഴുതാൻ പറ്റില്ല. കാരണം എഴുതണമെങ്കിൽ GCD ഓഫ് ഇത് 1 ആവണ്ടേ. അങ്ങനെ ആവാൻ പറ്റുന്ന ഒരു നമ്പേഴ്സ് ഇല്ല. therefore Z16 എന്തല്ല, അതൊരു ഡീകമ്പോസിബിൾ അല്ല, അത് ഇൻഡീകമ്പോസ്. ഇങ്ങനെ എഴുതാൻ പറ്റുന്നില്ല. therefore ഇൻഡീകമ്പോസിബിൾ ഗ്രൂപ്പ് ആണ്. ഇൻ ജനറൽ ഇൻഡീകമ്പോസിബിൾ ആവുക എന്ന് പറഞ്ഞാൽ Z ഒരൊറ്റ പ്രൈം റൈസ് ടു n വരുന്ന ഫോർമാറ്റ്, അഥവാ ZP⁻n ഫോർമാറ്റ് വരുന്ന ഗ്രൂപ്പുകളാണ് ശരിക്കും യഥാർത്ഥത്തിൽ എന്തായി മാറുന്നത്? ഇൻഡീകമ്പോസിബിൾ അഥവാ ഡീകമ്പോസ് ചെയ്യാൻ പറ്റാത്ത ഗ്രൂപ്പായിട്ട് മാറുന്നത്. ഇപ്പൊ ഇത് നോക്കൂ, Z12 എന്ന് പറഞ്ഞാൽ ഒരു പ്രൈം നമ്പറിന്റെ പവർ ആയിട്ട് വരുന്നില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഡീകമ്പോസ് ചെയ്യാം. Z3 ക്രോസ് Z4 therefore Z12 is a ഡീകമ്പോസിബിൾ ഗ്രൂപ്പ്. നേരെ മറിച്ച് Z8 അത് ഇൻഡീകമ്പോസിബിൾ ആണ്. ഡീകമ്പോസ് ചെയ്യാൻ പറ്റില്ല. കാരണം 8 എന്ന് പറഞ്ഞ പ്രൈം നമ്പറിന്റെ പവർ ആണ്. therefore Z8 is a indecomposable group.